എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നാണ് കുവൈറ്റിനെതിരെ ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിക്കാനായിട്ട് പോകുന്നത്. 2026 നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരമാണ് ഇന്ത്യ ഇന്ന് കളിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുവൈറ്റിനെതിരായ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിരമിക്കുന്ന ദിനം കൂടിയായിരിക്കുമെന്ന്. എന്തായാലും ഒരു വിജയത്തോടെ തന്നെ തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കണമെന്നായിരിക്കും സുനിൽ ഛേത്രി ആഗ്രഹിക്കുക. എന്നാൽ എങ്ങനെയായിരിക്കും സുനിൽ ഛേത്രിയുടെ ഈ അവസാന മത്സരം, അദ്ദേഹം ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുന്ന അവസാന മത്സരം എങ്ങനെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ഇതുതന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കിടക്കാം. ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരം ഇന്ന് ഇന്ത്യ കുവൈറ്റിനെതിരെ കളിക്കുകയാണ്. സുനിൽ ഛേത്രി വിരമിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഇന്ന് ഇന്ത്യയുടെ കളി കാണാൻ, കുവൈറ്റിനെതിരെ ഇന്ത്യയുടെ കളി കാണാൻ എത്തും. കാരണം സുനിൽ ഛേത്രി വിരമിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കളി കാണാനായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിലും ടി വിയിലും എല്ലാവരും സുനിൽ ഛേത്രിയുടെ അവസാന മത്സരം വീക്ഷിക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കുക? ടി വിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക സ്പോർട്സ് 18-ലായിരിക്കും. സ്പോർട്സ് 18-ൻ്റെ 1, 2 എന്നീ ചാനലിലൊക്കെ നമുക്ക് ഈ കളി ഫ്രീ ആയി അവൈലബിൾ ആണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സ്പോർട്സ് 18-ൽ കാണാൻ സാധിക്കാത്ത പ്രേക്ഷകർക്ക് മൊബൈലിലേക്ക് എത്തിയാൽ ജിയോ സിനിമയിൽ ഫ്രീ ആയി തന്നെ, സൗജന്യമായി തന്നെ നമുക്ക് ഈ മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുറഞ്ഞ MB നിരക്കിൽ തന്നെ നമുക്ക് ജിയോ സിനിമയിൽ ഈ കളി സൗജന്യമായി വീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും സ്പോർട്സ് 18-ലും അതുപോലെ തന്നെ ജിയോ സിനിമയിലുമാണ് ഇന്നത്തെ ഇന്ത്യയുടെ കളി കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജിയോ സിനിമയ്ക്കും അതുപോലെ തന്നെ സ്പോർട്സ് 18-ലുമാണ് ഇന്ത്യയുടെ ഇന്നത്തെ മത്സരത്തിനുള്ള സംപ്രേഷണത്തിനുള്ള അവകാശം ഉള്ളത്.